ഏട്ടാ, ഹലോ. ഏട്ടാ, ഇത് മിസ് ഫെലിക്സ് അല്ലേ? അതെ, ഐ എം സാൻഡ്ര. ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട്. പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുധ എഴുതാറുമുണ്ട് സാന്ദ്രയെക്കുറിച്ച്. പ്ലീസ് കം. എങ്ങനെ, എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു തടവ് പുള്ളിയുടെ അനിയനാണെന്നറിഞ്ഞിട്ടും ഇവൻ ഒരു ജോലി കൊടുത്തതിന്, ഏട്ടത്തെയും സുധയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് താങ്ക്സ് എ ലോട്ട്. ഏയ്, ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത്? നോ, യു വെയർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. എല്ലാം ഞാൻ പറയാറുണ്ട് ഹരിയോട്. നിങ്ങളുടെ ലൈഫിലെ ഈ ട്രാജഡിക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന്. ഞാനാ ഒക്കെ തുടങ്ങിയത്. ഇൻ എ വേ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. പ്ലീസ്. അല്ല, ഞാനൊന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ ഗൗഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടൻ ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മതിച്ചത്. ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ ഫേറ്റ്. യെസ്, ബട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട്. അന്ന് ഗൗഡയോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ. കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. രവി, ഒരുപാട് ലോകപരിചയം ഒന്നുമില്ല ഏട്ടത്തിക്ക്. ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല. എങ്കിലും ഏട്ടത്തിക്ക് കാണാൻ നിന്റെ മനസ്സ്. ഇനിയിപ്പോ ഉള്ളിൽ വാശിയും വൈരാഗ്യവും ഒക്കെ കൊണ്ടു നടന്നിട്ട്. അതെ, ഡൽഹിയിലോ ബോംബെയിലോ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ രവിക്കൊരു ജോലി ശരിയാക്കാം. അല്ലെങ്കിൽ ഏട്ടന് ഏതെങ്കിലും പത്രത്തിൽ ജോയിൻ ചെയ്തൂടെ, പഴയതുപോലെ? മോളെ, നിന്റെ ഏട്ടന്റെ പേരിലിപ്പോ ബാക്കിയുള്ള ബിരുദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയൂ നിനക്ക്? എക്സ് കോൺവിക്റ്റ്, ക്രിമിനൽ, ജയിൽ ബേർഡ്, ആന്റി സോഷ്യൽ. ഈ ബിരുദങ്ങളുടെ മെറിറ്റ് വെച്ച് അപേക്ഷിച്ചാൽ 4 കൈയും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ ഏട്ടന് ജോലി തരുന്ന ഒറ്റ സെറ്റപ്പേ ഉണ്ടാവൂ. അണ്ടർവേൾഡ്, അധോലോകം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ചിട്ടല്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഓരോ രാത്രിയിലും എന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്ന് പതിഞ്ഞ് കുറെ മുഖങ്ങളുണ്ട്. എഴുതി തള്ളാൻ പറ്റാത്ത കുറേയേറെ കണക്കുകളും തീർക്കാൻ. ഒക്കെ സംഭവിച്ചു പോയിന്ന് സമാധാനിക്കണം കുട്ടി. ഏട്ടത്തി സഹിക്കണില്ലേ? നോ, എനിക്കും ഏട്ടത്തിക്കും ഇവർക്കും സന്തോഷിക്കാനുണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തിട്ട് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരില്ലേ? ഇനി സഹിക്കുന്നത് അവരായിരിക്കും, നഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും. ഒരു കണക്ക് പുസ്തകം മനസ്സിലുണ്ടാവില്ലേ സാന്ദ്രയ്ക്കും? തീർക്കാൻ ബാക്കി നിൽക്കുന്ന കുറെ പഴയ കണക്കുകൾ ഓരോന്ന് ഓർമ്മിച്ചെടുത്തോളൂ. ഇഫ് യു ഡു മീൻ ടു സെറ്റിൽ ഓൾഡ് സ്കോർസ്. ആഹാ, ഇത് എന്ന് തുടങ്ങി രവിയേട്ടാ? ജയിലിൽ നിന്ന്. ജയിലിൽ എന്റെ വിങ്ങിലെ ഗാർഡ് ആളൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഒരു കിഴവൻ. രാത്രിയില് അഴിക്കപ്പുറത്ത് നിന്ന് അയാൾ അങ്ങനെ പുകച്ച് തള്ളുന്നത് കാണുമ്പോ കൊതി തോന്നും. ആ സിഗരറ്റിന്റെ പുകയ്ക്ക് പുറം ലോകത്തിന്റെ ഒരു മണം. നിനക്ക് മനസ്സിലാവൂ എന്താ പറയുക? സ്വാതന്ത്ര്യത്തിന്റെ ഒരുതരം കൊതിപ്പിക്കുന്ന മണം. ദുസ്സഹാദ്, a stench of freedom.
ജയിലിലൊരു വലിയ ഏമാനെ തല്ലിയിട്ട് എന്നതല്ലേ. ആദ്യമൊക്കെ ചോദിച്ചിട്ടും കിഴവൻ ഒരു പുക പോലും തന്നില്ല. പിന്നെ തടവുള്ളി IPS എന്ന കടമ്പ കടന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ അയാൾക്കൊരു അനുകമ്പ തോന്നിക്കാണും. പിന്നെ വലിച്ചു മതിയാവുമ്പോ അയാൾ കുറ്റി അകത്തേക്ക് എറിഞ്ഞു തരും. അയാളുടെ തുപ്പല് നനഞ്ഞ കുറ്റി വലിച്ചു തുടങ്ങിയ ശീലം. ഫിൽത്തി, ഡിസ്ഗസ്റ്റിംഗ്, ഒബ്സീൻ അല്ലേ? അറപ്പ് തോന്നുന്നുണ്ടോ നിനക്ക്? ഏട്ടൻ അനുഭവിച്ചത് ഓരോന്ന് ഓർക്കുമ്പോ ആ, നിനക്ക് ശിവപ്പയെ പരിചയമുണ്ടോ? ശിവരാമനെ? മാഡത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് കാണാറുണ്ട്. അത് ശരി, ഏട്ടൻ എങ്ങനെ അറിയും ശിവപ്പയെ? രാജ്യം ഭരിക്കുന്നവരും നാട് നീങ്ങിയവരും സ്ഥാനം വെച്ചൊഴിഞ്ഞവരും അടക്കം പുറത്തുള്ള എല്ലാ മാഫിയ അൽക്കപ്പോൺമാരും പോപ്പുലറാ ജയിലിനുള്ളിലും. അപ്പുറത്തും ഇപ്പുറത്തും സെല്ലുകളിൽ നിറച്ച് ഇവരുടെയൊക്കെ പഴയ ഗുണ്ടകളാണ്, പെട്ടുപോയവർ. പണ്ട് ഉറക്കൊളച്ചിരുന്ന് കാണാതെ പഠിച്ച ബ്രിട്ടീഷ് ചരിത്രവും ഇന്ത്യ ചരിത്രവും ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയും ഒക്കെ മറന്നിട്ട് ഏട്ടനിപ്പോ ജയിലിൽ കേട്ട് പഠിച്ച ചരിത്രങ്ങളാണ് ഓർമ്മ. ഗൗഡയുടെയും ചന്ദ്രയുടെയും ശിവപ്പയുടെയും ഒക്കെ വീരചരിതങ്ങൾ. ഹരി, എനിക്ക് ഈ ശിവപ്പയെ ഒന്ന് കാണണം. നിന്റെ മാഡം ഉണ്ടല്ലോ, മിസ് ഫെലിക്സ്, അവരറിയണ്ട. കുഡ് യു അറേഞ്ച് എ മീറ്റിംഗ്? യെസ്. ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരി അവളാണെന്ന് സാന്ദ്ര പറഞ്ഞില്ലേ? അതുപോലൊരു കുറ്റബോധം എനിക്കുണ്ട്. പക്ഷേ ഗൗഡയുമായിട്ടൊരു പൂരനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ഞാൻ സഹായിക്കില്ല. ഇപ്പൊ തന്റെ മനസ്സിലുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ തമ്മിത്തല്ല്, ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന പരിപാടി, അതൊരു വല്ലാത്തൊഴുക്കാണ്. ഒരിക്കൽ കാലിലത്ത് വെച്ചാൽ പിന്നെ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റിയെന്ന് വരില്ല. നിനക്കൊന്നും ഇഷ്ടപ്പെടുക എന്നറിയാം. പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞൊരു പഴയ ക്രിമിനലിന്റെ ഫിലോസഫി അല്ലേ? ബോറടിക്കും. പക്ഷേ അനുഭവം കൊണ്ടറിഞ്ഞതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അങ്ങ് തോപ്പിക്കാൻ പറ്റുന്നതിന് അപ്പുറം ശക്തി ഉണ്ടവന് ഗൗഡയ്ക്ക്. പകയും ചങ്കൂറ്റവും കൊണ്ട് ശ്രമിച്ചതാ, തോറ്റു. ചങ്കൂറ്റവും അധികാരം ഉണ്ടായിട്ട് തന്റെ ചേട്ടൻ തോറ്റു. താനും തോന്നും, അവൻ തോപ്പിക്കും. മറിച്ച് തെളിയിച്ചാൽ എനിക്ക് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാമോ? എന്താ തന്റെ ഉദ്ദേശം? യു വിൽ കം ടു നോ ഓഫ് ഇറ്റ്. വാടാ. ശിവപ്പ നോയിക്കൂ, ഗഡ്സ് ഉള്ളവനാ. അതെ, ചിലപ്പോ ഇയാൾ എന്തെങ്കിലും ഒപ്പിക്കും. ഗോവിന്ദൻ IPS. രവിയേട്ടൻ എന്തു പറ്റി? എന്റെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ദൈവമല്ലേ, പടം വെച്ച് പൂജിക്കാന്ന് വിചാരിച്ചു. ഭജഗോവിന്ദം. വായിച്ചില്ലേ നീ പത്രത്തില്? ഗോവിന്ദൻ IPS കൺഫർ ചെയ്ത് കിട്ടാൻ പോകുന്നു. മുകളിൽ നിന്ന് ആരുടെയോ ഔദാര്യം. കൺസിഡറിംഗ് ഇസ് നൊട്ടോറിയസ് സർവീസസ്. നാളെ രാത്രി മലയാളികളുടെ ക്ലബിൽ സ്വീകരണം. ഹരി, നിന്റെ മാഡത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ ഈ കൈരളി ക്ലബിൽ? അറിയില്ല. വൈ? വാ. ഹലോ, കൈരളി ക്ലബ് സെക്രട്ടറിക്ക് ഒന്ന് കൊടുക്കൂ. ദിസ് ഇസ് ഫ്രം DCP's ഓഫീസ്. അതെ, ഒരു വിവരം അറിയണം. നാളത്തെ ഗസ്റ്റ് ലിസ്റ്റിൽ മിസ് അലക്സാൻഡ്ര അമിലിയ ഫെലിക്സിന്റെ പേരുണ്ടോ? നോ? ഇസ് ഷി എ മെമ്പർ? ഗുഡ്. അവരുടെ പേര് ഇന്ന് തന്നെ അതിഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ആൻഡ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ ബൈ ഹാൻഡ്. ഇപ്പൊ തന്നെ വേണം സർ. നാളത്തെ ചടങ്ങിന് ഇന്ന് രാവിലെയെങ്കിലും ക്ഷണിച്ചില്ലെങ്കിൽ അതിന്റെ നാണക്കേട് ഗോവിന്ദൻ സാറിനല്ലേ. പ്ലീസ്. താങ്ക് യു.
ഡാഡിയുടെ കാലത്തുള്ള മെമ്പർഷിപ്പ് ഇത്. ബട്ട് ഐ നെവർ ലൈക്ക് ദാറ്റ് പ്ലേസ്. അറിയാം, ഇഷ്ടമല്ലെന്നറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ മാഡം എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മാഡത്തിന്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് ആ ചടങ്ങിലൊന്ന് കടന്നുകൂടാൻ പറ്റില്ല. ലുക്ക് രവി, യൂഷ്വലി ഞാൻ ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊന്നും പോകാറില്ലെന്നല്ലേ? ഞാനും പോകാറില്ല. അല്ലെങ്കിൽ തന്നെ ജയിലിൽ ആർക്കാ മാഡം ഈ പാർട്ടിയും ആഘോഷങ്ങളും ഒക്കെ? ഓക്കെ, എഗ്രീഡ്. നമുക്ക് ഒരുമിച്ച് പോവാം. താങ്ക് യു മാഡം. അതെ, ഈ മാഡം എന്നുള്ള വിളിയുണ്ടല്ലോ, അതെന്റെ സ്റ്റാഫിന്റെ മാത്രം പ്രിവിലേജാ. യു ക്യാൻ കോൾ മീ സാൻഡ്ര. ഷുവർ മിസ് സാൻഡ്ര. ഓ സോറി, രവിക്ക് കുടിക്കാൻ എന്താന്ന് ചോദിച്ചില്ല. എന്താ വേണ്ടത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, സംതിങ് ഹോട്ട്. യു മീൻ ലിക്കർ? അങ്ങനെ ശീലമായിട്ടൊന്നുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഏട്ടന്റെ കൂടെ, വല്ലപ്പോഴും. ബട്ട് ടുഡേ 2 വീശിയിട്ടാണെങ്കിൽ ഒരു ധൈര്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. ബുദ്ധിമുട്ടാണെങ്കിൽ ഏയ് നെവർ, പ്ലീസ് കം. ഇതൊക്കെ ഡാഡിയുടെ കളക്ഷൻസാ. ഡാഡി മരിച്ച പിന്നെ തുറന്നിട്ടില്ല. What would you have? Cognac? Chivas? Champagne? What do you like? Come on. Help yourself. താങ്ക് യു. Ah. എന്താ ഇത്? എന്തായാലും യുദ്ധത്തിന് ഇറങ്ങാൻ രവി തീരുമാനിച്ചല്ലേ. ഒരായുധം ഉണ്ടാവട്ടെ കയ്യില്. സ്വയരക്ഷയ്ക്കെന്ന് കരുതിയാ മതി. ഇതും ഡാഡിയുടെ കളക്ഷൻ? ആ യെസ്.